എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. രാമായണത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇതിപ്പോൾ ഒരു രാമായണ കാലത്തിൻ്റെ തുടക്കമായതുകൊണ്ട് ആദ്യ ഭാഗങ്ങളിലെ ചില പ്രത്യേകതകളൊന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഇത് നമ്മളുടെ ജീവിതത്തിന് എന്ത് സന്ദേശമാണ് തരുന്നത് എന്നൊന്ന് നമ്മളുടെ മനസ്സിനെ തന്നെ ഓർമ്മപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. രാമായണത്തിൽ ഏറ്റവും ആദ്യ ഭാഗങ്ങൾ നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണപ്പെടുന്ന ഒരു ശ്ലോകം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം. ഇതാണ് നമുക്ക് ആദ്യ ഭാഗത്ത് നമ്മളൊക്കെ കുഞ്ഞിലെ കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു ശ്ലോകം. മഹർഷി ഇണചേർന്നിരിക്കുന്ന രണ്ട് കിളികളിലേക്ക് ഒരു വേടൻ അമ്പ ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ആ വേദനയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഇത് മനഃപൂർവമായിട്ട് കൃത്യം മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ച് അദ്ദേഹം പറഞ്ഞതൊന്നുമല്ല. പുറപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വിചാരിച്ചത്, എൻ്റെ ഭഗവാനെ, എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു പദ്യം പുറപ്പെട്ടല്ലോ, പക്ഷെ ഇതൊരു ശാപമാണോ? ഞാൻ എങ്ങനെ ചെയ്യാവോ? ഒരു മുനിയല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങ് ദുഃഖമായി. അപ്പൊ ശിഷ്യനായിട്ടുള്ള ഭരദ്വാജൻ കൂടെ ഉണ്ട്. അപ്പൊ നമ്മളാണെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റുപറ്റി അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ നമുക്ക് വേണ്ട തൊട്ടടുത്ത് പരിചയമുള്ളവരോ നമ്മുടെ ബന്ധുക്കളോ അമ്മയോടോ ഒക്കെ ചോദിക്കുക, അല്ല അമ്മ ഞാൻ അങ്ങനെ മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ നമ്മളതൊന്ന് ആരോടെങ്കിലും ഒന്ന് ചർച്ച ചെയ്യും, ഏറ്റവും കുറഞ്ഞ പക്ഷം. അപ്പൊ ഇതുപോലെ തന്നെ ശിഷ്യനോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഒരു വേദനയുടെ പുറത്ത് ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഈ പദ്യം ഒരു ശ്ലോകമായിട്ട് പരിണമിക്കണം, അന്യഥ ആവരുത്. അന്യഥ ആവരുത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് മറിച്ച് ഇതൊരു ശാപ ആകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, ഈ ശ്ലോകത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. ഇത് നേരത്തെ കാലേ കൂട്ടി ഇപ്പം നമ്മളാണെങ്കിൽ ഒരു കവിത എഴുതുവാണെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു മാഗസിനിലേക്ക് ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ എത്ര വശം വെട്ടിക്കുത്തി തിരുത്തിയൊക്കെയാണ് നമ്മൾ എഴുതുക. ഇതങ്ങനെയൊന്നും എഴുതിയതല്ല, ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടതാണ്. പക്ഷെ നോക്കിയപ്പോഴാണ് 4 വരികളുള്ള ശ്ലോകം, ഓരോ വരിയിലും 8 അക്ഷരം. മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാ വരിയിലെയും 5ാമത്തെ അക്ഷരം ലഘുവാണ്, 6ാമത്തെ അക്ഷരം ഗുരുവാണ്. 1ാമത്തെ വരിയുടെയും 4ാമത്തെ വരിയുടെയും 7ാമത്തെ അക്ഷരം ഗുരുവാണ്, 2ാമത്തെയും 4ാമത്തെയും വരിയുടെ 7ാമത്തെ അക്ഷരം ലഘുവാണ്. ഇങ്ങനെയുള്ള വൃത്തത്തിന് പറയുന്ന പേരാണ് അനുഷ്ടുപ് വൃത്തം എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊന്നുമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ഇങ്ങനെ ശ്ലോക നിബദ്ധമായിട്ടാണ് പുറപ്പെട്ടത്. അപ്പൊ അദ്ദേഹം ഭരദ്വാജനോട് ചോദിക്കുന്നുണ്ട്, ഇതിങ്ങനെ പ്രത്യേകതയോടുകൂടിയാണല്ലോ ഈ ശ്ലോകം വന്നിരിക്കുന്നത് എന്നല്ല. എന്താണെങ്കിലും സ്നാനവും അർഘ്യവും എല്ലാം കഴിഞ്ഞിട്ട് മുനി തിരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് പോവാണ്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ ഒരു സന്ദർഭം അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ നിന്ന് ഈ ശ്ലോകം പുറപ്പെട്ടത് മറക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ അനുരണനങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും എന്തുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അതൊരു ശാപവചസ്സായിട്ട് മാറുമോ എന്നൊക്കെ ചിന്തയുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ചിന്ത മുൻകൂട്ടി കണ്ടതുകൊണ്ട് ഉടൻ തന്നെ അവിടെ ബ്രഹ്മദേവൻ എത്തിച്ചേരുകയാണ്. ബ്രഹ്മദേവൻ പറയുന്നുണ്ട്, മഹാമുനെ അങ്ങ് വിഷമിക്കണ്ട, അങ്ങയുടെ ആ നാവിൽ നിന്ന് ഉദ്ഗമിച്ച ആ ശ്ലോകം അല്ലെങ്കിൽ ആ പദ്യം അതൊരു ശ്ലോകമായി തന്നെയാണ് പരിണമിച്ചിരിക്കുന്നത്. ഇത് അങ്ങയ്ക്ക് ഒരു തരത്തിലും ഇതിനെപ്പറ്റി ഒരു മനസ്താപം ഉണ്ടാകേണ്ട ആവശ്യമില്ല. എൻ്റെ സങ്കല്പ പ്രകാരമാണ് ഇതെല്ലാം നടന്നത്. പിന്നെ നമുക്ക് സമാധാനമായല്ലോ അല്ലേ? നമ്മളോടാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സമാധാനം. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, എൻ്റെ ഇച്ഛ പ്രകാരമാണ് ഇതെല്ലാം നടന്നത്, അതുകൊണ്ട് അങ്ങ് ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അങ്ങ് എന്ത് ചെയ്യണം, ഈ ഒരു വൃത്തത്തിൽ, ഈ അനുഷ്ഠു വൃത്തത്തിൽ ശ്രീനാരദ മഹർഷി അങ്ങേക്ക് ഉപദേശിച്ചു തന്ന രാമായണം പൂർണ്ണമായിട്ടും രചിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ അനുഷ്ഠവൃത്തം ആദ്യമായിട്ടല്ല, അതിനു മുമ്പും ഉണ്ട്. നമ്മൾ വേദങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ
നല്ല താളനിബദ്ധമായിട്ട് കുറച്ച് ഈണത്തോടു കൂടിയൊക്കെ നമുക്ക് പാടാൻ സാധിക്കുന്നവയാണ് ഈ അനുഷ്ഠുപ് വൃത്തത്തിലുള്ളത്. മാത്രമല്ല ബ്രഹ്മദേവൻ പറയുകയാണ്, എന്റെ നിശ്ചയപ്രകാരമാണ് സരസ്വതി ദേവി അങ്ങയുടെ നാവിൽ വന്നിരുന്നത്. ഇപ്പൊ സരസ്വതി ദേവി കൃത്യമായിട്ട് നല്ല രീതിയിൽ നാവിൽ വന്നിരിക്കേണ്ടതിന്റെ ഒരു ആവശ്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം ഭഗവാൻ സത്യസായി ബാബ പറയും, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് അല്ലെങ്കിൽ ക്ഷമ വേണ്ടത് നാവിനാണ് എന്ന് പറയും. ശരീരത്തിൽ അവയവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ക്ഷമ വേണ്ട അവയവം ഏതാണ്? നാവാണ്. പിന്നെ നാവിന്റെ നിലനിൽപ്പോ ഇത്രയും കൂർത്തുമൂർത്ത പല്ലിന്റെ ഇടയില് കാട്ടി കിട്ടാതെ ഈ അക്ഷരങ്ങൾ മുഴുവൻ ഈ നാവിന്റെ ചലനം കൊണ്ടുകൂടിയല്ല ഈ വാക്കുകളൊക്കെ നമുക്ക് ഉച്ചരിക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഇടയിൽ ഈ കടി കൊള്ളാതെ ഇതൊന്ന് ജീവിച്ചു പോകണ്ട ആ തത്രപ്പാടൊന്ന് ആലോചിച്ചു നോക്കിയേ. നാവിന്റെ അത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വേണം. നാവിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? നാവിന്റെ ഒരു പ്രത്യേകത, നാവിന് ഒന്നിനോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. നല്ല സ്വാദുള്ള ഭക്ഷണം വായിലേക്ക് മേടിക്കും, പക്ഷെ വെച്ചോണ്ടിരിക്കത്തില്ല, ഒട്ടനെ പാസ് ചെയ്തേക്കും. ശരിയല്ലേ? നമ്മളും ആചാര്യന്മാര് പറയുന്നു ഇങ്ങനെ ആയിരിക്കണം. വീട്ടില് സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്നും മടിക്കുത്തില് താക്കോലും വെച്ചോണ്ടിരിക്കരുത്. ഒരാള് പോലും ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നാവിനെ കണ്ടുപിടിക്കണം എന്ന് പറയും. എല്ലാം കിട്ടും, ഒട്ടനെ പാസിംഗ് ദ പാർസൽ പറയുന്ന പോലെ അടുത്തത് പാസ് ചെയ്യും. ഒന്നും തനിക്കായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ളതും വളരെയധികം സംസാരിക്കാനും ഉണ്ട്, രുചിക്കാനും ഉണ്ടല്ലേ, പല ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെയധികം ക്ഷമയുള്ളതുമായിട്ടുള്ള ഒരു അവയവമാണ് നാവ്. അപ്പൊ നാവിൽ ആര് വേണം? വരണം, സരസ്വതി ദേവി വരണം. സരസ്വതി ദേവിയാണ് എന്തിന്റെ? ജ്ഞാനത്തിന്റെ ദേവത. ഇപ്പോ പറയാറുണ്ട് ശരത്കാല ഋതുക്കൾ പലതുണ്ട് അല്ലെ? 6 ഋതുക്കളാണുള്ളത്. അപ്പോ ശരത് ഋതുവിലാണ് സരസ്വതി ദേവി ദേവന്മാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് തന്നെ ശരത് നവരാത്രി വളരെ വിശേഷപ്പെട്ടതാണ്. ഈ ശരത്കാലത്തിൽ സരസ്വതി ദേവി ദേവന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കുന്നതുകൊണ്ടാണ് ദേവിയെ ശാരദ എന്ന് പറയുന്നത്. അപ്പൊ ശാരദ എന്നാൽ സരസ്വതി ദേവി തന്നെയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ POKയിലാണ് ശാരദാ പീഠം, സർവജ്ഞ പീഠം ആദിശങ്കരാചാര്യർ കയറിയത്. അതുപോലെ ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച 2 മഠങ്ങളിൽ 4 മഠങ്ങളിൽ 2 പേര് ശാരദാപീഠം എന്നാണ്. ശൃംഗേരി ശാരദാപീഠം, ദ്വാരക ശാരദാപീഠം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആരാധ്യ ദേവതയും ശാരദാദേവിയായിരുന്നു. ജ്ഞാനത്തിന്റെ ദേവതയെ തന്നെയാണ് ആദിശങ്കരാചാര്യർ പ്രാർത്ഥിച്ചിരുന്നത് പറയുകയാണ്. ഈ ശാരദാദേവിയുടെ രൂപം നോക്കിയാൽ കയ്യിലൊരു ജപമാലയൊക്കെ കാണാം. അത് സ്ഫടികമാലയാകാം, രുദ്രാക്ഷമാലയാകാം, പല രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ ഒരേ ദേവി പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താ നമ്മളെ സൂചിപ്പിക്കുന്നത്? ഒരേ ചൈതന്യം ഇവരിലെല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് സൂചന. നമുക്ക് തന്നെ പല വേഷമില്ലേ? ഇപ്പൊ നമ്മൾ തന്നെ ചില സമയം സാരി ഉടുത്തോണ്ട് വരും, ചില സമയം ചുരിദാർ ഇട്ടുകൊണ്ട് വരും. മല കയറാൻ പോവാണെങ്കിൽ നമ്മൾ ജീൻസ് ഇടും. നമ്മൾ മാറുന്നുണ്ടോ? നമ്മൾ തന്നെയാണ്. പക്ഷെ എന്താണ്, നമ്മളുടെ സാഹചര്യങ്ങളും സ്ഥിതിയും അനുസരിച്ച് നമ്മളുടെ വേഷങ്ങൾ മാറും അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മാറും. ഇപ്പൊ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരില്ലല്ലോ. നമ്മുടെ കയ്യിലെ ആയുധങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം ഒരേ ചൈതന്യത്തിന്റെ ഭാഗമാണ് എന്നാണ് സരസ്വതി ദേവി സൂചിപ്പിക്കുന്നത്. അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ പറയുന്നത്, ഈ സരസ്വതി ദേവി അങ്ങയുടെ നാവിൽ വന്ന് വിളയാടാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത്, എന്റെ നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ ഒരു വൃത്തത്തിൽ അങ്ങ് രാമചരിതം രചിക്കുക. സ്വസ്ഥമായി, വളരെ സന്തോഷായി. ഇനി എന്ത് വേണം? ആദ്യത്തെ ഭാഗം രാമായണം, വാൽമീകി രാമായണം നോക്കിയാൽ അങ്ങനെ ബൃഹത്തായിട്ടൊന്നും അല്ല നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ഒന്ന് ചുരുക്കമായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ ചുരുക്കമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന രാമായണം അത് തന്നെ രചിക്കാനാണെങ്കിൽ പിന്നെ വാൽമീകി മഹർഷിയുടെ ആവശ്യമില്ലല്ലോ. ആ നാരദ മഹർഷി പറഞ്ഞത് നമുക്കങ്ങ് എഴുതി വെച്ചാൽ പോരെ. വളരെ വിശദമായിട്ട് രചിക്കണം. വളരെ വിശദമായിട്ട് രചിക്കണമെങ്കിൽ ആദ്യം ഇതൊക്കെ ഇദ്ദേഹത്തിന് അറിയണ്ടേ, മനസ്സിലാവണ്ടേ, ഇദ്ദേഹം ഇതെല്ലാം ദർശിക്കണ്ടേ.
ആ കാലഘട്ടത്തിൽ തന്നെയാണ് വാൽമീകി മഹർഷി ജീവിച്ചിരുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ രാമനും സീതയും അന്തഃപുരത്തിൽ പറഞ്ഞത് വാൽമീകി മഹർഷിക്ക് എങ്ങനെ അറിയാൻ പറ്റും? കഥ രചിക്കണമെങ്കിൽ, കഥ എന്നാൽ കഥ്യത ഇതി കഥ, വളരെ നല്ലവണ്ണം വിവരിക്കപ്പെട്ടത്, നടക്കാത്തത് എന്നല്ല. അപ്പോൾ വാൽമീകി മഹർഷിയുടെ സാന്നിധ്യമില്ലാത്തപ്പോൾ നടന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിന് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തു ചെയ്തു എന്ന് വെച്ചാൽ, ജലമൊക്കെ തൊട്ട് തന്നെ പരിശുദ്ധമാക്കി കഴിഞ്ഞിട്ട് ആ ദർഭപുല്ലിലിരുന്ന് തൻ്റെ യോഗശക്തി കൊണ്ട് ഈ അറിവുകൾ മുഴുവൻ ദർശിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ കേൾക്കുമ്പം എന്തു പറയും? ചുമ്മാ ഇരുന്ന് ഓരോന്ന് പറയുകയാണ്, ഇതൊക്കെ വല്ല നടക്കുന്നതാണ്. ചുമ്മാ കാലും കൈയും പിണച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ വിവരങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നും. അതിനായിട്ട് ഗുരുക്കന്മാർ എന്ന് പറയുന്നത് ആരാണ് എന്ന് നമുക്കൊന്ന് പിടികിട്ടണം. അപ്പം നമുക്കില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ആ കഴിവില്ല എന്ന് വരില്ലല്ലോ. നമ്മൾ അതിനായിട്ട് പരിശ്രമം നടത്തിയാൽ നമുക്കും ഈ തലത്തിൽ എത്തിച്ചേരാം. അപ്പൊ ഇങ്ങനെയുള്ളവരെയാണ് ഗുരുക്കന്മാർ. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഈ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? യോഗശക്തി കൊണ്ട് തപസ് ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഏകാഗ്രത വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? മനുസ്മൃതിയിൽ അറിവുള്ളവരെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അറിവുള്ളവരെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പല രീതിയിൽ പലർക്കും പല അറിവുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഉപാധ്യായ എന്ന് പറയും. ഉപാധ്യായ എന്നൊക്കെ പറഞ്ഞാൽ ഇത് താഴേന്ന് മുകളിലോട്ടാണ് ഗുണം കൂടുന്നത്. ഉപാധ്യായ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ പോലെ ഉള്ളവരാണ്. ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്നവർ. കോളേജിലൊക്കെ അധ്യാപകരാണല്ലോ. ഞങ്ങൾ അറിവ് കൊടുക്കുന്നത് എങ്ങനെയാ? മാസ ശമ്പളം മേടിച്ചിട്ടാണ് അറിവ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ തൊഴിലായിട്ട് അധ്യാപനം കൊണ്ട് നടക്കുന്നവർ, അത് തൊഴിലാണെന്നല്ല, നമ്മളത് ചെയ്യുന്നു, മേടിക്കുന്നു, അങ്ങനെ ഇങ്ങനെയുള്ളവരാണ് ഉപാധ്യായൻ. ഇവർക്ക് അറിവുണ്ടല്ലോ. അടുത്തതാണ് പണ്ഡിതന്മാർ എന്ന് പറയും. ഈ പണ്ഡിതന്മാർ എങ്ങനെയാന്ന് വെച്ചാൽ വളരെയധികം അറിവുള്ളവരാണ്. പക്ഷെ ഈ അറിവുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാൻ മനസ്സുണ്ടാവണം നിർബന്ധമുണ്ടോ? അപ്പൊ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക? പൈസ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടപ്പെടുന്നു. അപ്പൊ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പെട്ടെന്ന് ചെലവഴിക്കാൻ എല്ലാവർക്കും മനസ്സ് വരില്ല. ചിലർക്ക് പെട്ടെന്ന് ചെലവഴിക്കാൻ തോന്നും, ചിലർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പാടാണേ, ഒറ്റയടിക്ക് കിട്ടില്ല. ലോട്ടറി അടിച്ച് പൈസ കിട്ടി ആരെങ്കിലും നന്നായതായിട്ട് കേട്ടിട്ടുണ്ടോ? അല്ലേ? വളരെ ചുരുക്കമാണ്. ആരും നന്നായതായിട്ട് കേട്ടിട്ടില്ല. കാരണം ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് പിടികിട്ടില്ല. നമുക്ക് ശീലമില്ലല്ലോ ഇങ്ങനെ ഒന്നിച്ച് കിട്ടുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പൈസ ഒറ്റയടിക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ പലതരത്തിൽ നമ്മൾ ഹാർഡ് ഏൺഡ് മണി പറയും, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചിലർക്ക് ചെലവഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ തന്നെയാണ് അറിവ്. അറിവ് ചുമ്മാ കിട്ടുമോ? അറിവിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അധ്വാനിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അറിവ് നമ്മളിലേക്ക് വരൂ. അതപ്പോ എല്ലാവരിലേക്കും കൊടുക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും അത്ര മനസ്സുണ്ടാവണമെന്ന് ഇല്ല. അപ്പൊ അദ്ദേഹത്തിനെയാണ് വിദ്വാൻ അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ മോശമാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ, അവര് കുറെയൊക്കെ നമുക്ക് പറഞ്ഞൊക്കെ തരും. ഇതിന്റെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ആചാര്യൻ എന്ന് പറയും. ആചാര്യൻ എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് നമുക്ക് തന്നെ അറിയാം, ആചരിച്ച് കാണിച്ചു തരുന്നവനാണ് ആചാര്യൻ. പക്ഷെ ഈ ആചാര്യന് ചില ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് 2 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, തൻ്റെ ശിഷ്യന്മാരെ, കുട്ടികളെ നിർബന്ധിച്ച്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആളായിരിക്കരുത് ആചാര്യൻ. ആചാര്യൻ എന്ത് ചെയ്യണം? ആചരിച്ച് കാണിച്ചു കൊടുക്കണം. അത് കണ്ട്, അത് മനസ്സിലാക്കി, അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് കുട്ടികൾ ചെയ്യണം. അതാണ് ഒരു ആചാര്യന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ കുട്ടികൾക്കൊരു മാതൃകയായിരിക്കണം. ഭഗവാൻ സത്യസായി ബാബ ഇതിന് വളരെ രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയും. ഒരിക്കല് ഇതുപോലെ അല്ലെങ്കിൽ ഒരു മാഷ്, ഒരു അധ്യാപകൻ എന്ന് വിചാരിക്കുക, അദ്ദേഹം ഷോപ്പിങ്ങിനായിട്ട് പോയി കടയിൽ. അപ്പൊ ഷോപ്പിങ്ങിനായിട്ട് പോയപ്പം അദ്ദേഹത്തിനൊരു തുണിക്കടയിലാണ് പോകേണ്ടത്. അപ്പൊ ആ തുണിക്കടയുടെ അടുത്തെത്തിയപ്പോൾ നോക്കുമ്പോൾ അവിടെ എങ്ങും പാർക്കിങ്ങിന് സ്ഥലമില്ല. അപ്പൊ അദ്ദേഹം ആ നാട്ടുകാരൻ തന്നെയാണ്. അപ്പൊ തൊട്ടടുത്ത് ഒരു ബാർ അറ്റാച്ച്ഡ് വലിയ ഹോട്ടലുണ്ട്. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റി നല്ല പരിചയമുണ്ട്. അപ്പൊ പറഞ്ഞു, മാഷെ കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ, മാഷ് വണ്ടി ഇവിടെ ഇട്ടു എന്ന് പറഞ്ഞു.
അപ്പം മാഷും വിചാരിച്ചു ശരി അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടല്ലോ എന്ന്. ഇത് അതിൽ കൂടി പോകുന്ന ഒരു വിദ്യാർത്ഥി കണ്ടാൽ എന്ത് വിചാരിക്കും? അപ്പം നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തും ഇങ്ങനെയല്ലേ, നമ്മള് മാഷുമാര് സാറുമാര് കോളേജിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നത് കാർ പാർക്ക് ചെയ്യുന്ന ഷെഡിലേക്ക് നോക്കും, ഏതൊക്കെ സാറുമാരുടെ വണ്ടി വന്നിട്ടുണ്ട് അല്ലേ. എൻ്റെ കുട്ടികളൊക്കെ പറയാറുണ്ട്, മിസ് വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ വണ്ടി നോക്കിയായിരുന്നു. കാരണം ഡിപ്പാർട്ട്മെന്റിൽ വന്ന് നോക്കാൻ മടിയാണ്. ചിലപ്പം എൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ ഞാനല്ല ഓടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ വണ്ടി സർവീസിനോ മറ്റോ നമ്മുടെ വണ്ടി ഓടിക്കുന്ന കുട്ടി കൊണ്ടുപോകും. അപ്പം ഈ പെട്ടെന്ന് വണ്ടി ടൗണിൽ വെച്ച് കാണുമ്പോൾ പുറത്ത് നിൽക്കുന്ന സ്റ്റുഡൻറ് വണ്ടിക്കകത്ത് ആരായിരിക്കുന്നതെന്ന് കാണില്ല. അപ്പൊ വേഗം എൻ്റെ വണ്ടി കാണുമ്പോഴേ മുണ്ടൊക്കെ ഒന്ന് അഴിച്ചിടും. അപ്പൊ ഇവൻ പറയും വണ്ടിക്കും ആ ബഹുമാനം കിട്ടുന്നുണ്ട്, അകത്തിരിക്കുന്ന ആരാണോ അല്ലയോ എന്നുള്ളത് ബാധകല്ല. അപ്പൊ അതുപോലെ തന്നെ ഈ വണ്ടി വെളിയിൽ കിടക്കുമ്പോൾ ഇത് കാണുന്ന ഒരു കുട്ടി എന്താ വിചാരിക്കുക? മാഷ് മദ്യപിക്കാൻ പോയതാണ് എന്ന്. ഇത്ര പോലും നമ്മളൊരു സംശയത്തിന് ഇട കൊടുക്കാൻ പാടില്ല എന്ന് പറയുക. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടും നമ്മളെ പറ്റി ആളുകൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ അതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നാടൻ ഭാഷയിൽ പറയില്ലേ, വഴി കൂടെ പോകുന്ന എല്ലാ പട്ടിക്കും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാൻ സമയമില്ല എന്ന്. എല്ലാവരോടും നമുക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓരോ കാര്യങ്ങളും, ആചാര്യൻ എന്ന് പറയുന്നത് ഈ ഓരോ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു ചെയ്യണം. രണ്ടാമത്തേത്, അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ട ഗുണം സമഗ്രമായിട്ടുള്ള ഒരു അറിവ് അദ്ദേഹത്തിനുണ്ടായിരിക്കണം. കാരണം കുട്ടികൾ എവിടെ നിന്ന് സംശയം ചോദിച്ചാലും ഏത് മേഖലയെ പറ്റി ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയണം. അപ്പൊ അദ്ദേഹം അദ്വൈത സിദ്ധാന്തത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു ശങ്കര വചനങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും കുട്ടികൾ കാശ്മീർ ശൈവിസത്തെ പറ്റി ചോദിച്ചാൽ മറുപടി പറയണം അല്ലേ. ദ്വൈത സിദ്ധാന്തത്തെ പറ്റി, വിശിഷ്ട അദ്വൈതത്തെ പറ്റി ചോദിച്ചാൽ മറുപടി പറയണം. അതായത് അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ അമ്പ് ധാരാളം വേണം. എല്ലായിടത്തും ഒന്നിച്ച് പ്രയോഗിക്കരുത്. കുട്ടികൾ ചോദിക്കുന്നതനുസരിച്ച് കുറേശ്ശെ പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഒരു ആചാര്യന്റെ ലക്ഷണം. ഇനി ഏറ്റവും അവസാനത്തേതും ഉയർന്നതുമായിട്ടുള്ള പദവിയാണ് ഗുരു എന്നുള്ളത്. ഗുരു എന്നാൽ സർവജ്ഞൻ എന്നാണ് അർത്ഥം. എല്ലാം അറിയുന്നവൻ, ഭൂതം ഭാവി വർത്തമാനം. മഹാദേവന്റെ തൃക്കണ്ണ്, ദക്ഷിണാമൂർത്തിയുടെ തൃക്കണ്ണൊക്കെ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്, ഭൂതം ഭാവി വർത്തമാനം. ഇപ്പം നമ്മളുടെ കാര്യം നോക്കിയാൽ വേണമെങ്കിൽ ആലോചിച്ചെടുത്ത ഒരു 3 വയസ്സിലും അല്ലെങ്കിൽ ഒരു 5 വയസ്സിലും നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് ഊഹിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ 50 വയസ്സുള്ള ഞാന് 70 വയസ്സിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതൊരു ഗുരുവിന് പറ്റും. ഗുരുവിന് എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്ന ഏത് അറിവുകളും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എല്ലാ അറിവുകളും ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഗുരുത്വാകർഷണം നമ്മൾ പറയും ന്യൂട്ടനാണ് കണ്ടുപിടിച്ചത്. ഭൂമി ഉള്ളപ്പോൾ തൊട്ട് ഗുരുത്വാകർഷണം ഉണ്ട്. ആ അറിവ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആർക്കാണോ അതിനെപ്പറ്റി അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന അയാൾക്കിത് വെളിപ്പെട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചാൽ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വരും. അപ്പൊ ഗുരുക്കന്മാർക്ക് ഈ ഒരു തപശക്തി ഉണ്ട്. അതും അവരെ ആർജിച്ചെടുത്തതാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ശരീരത്തിൽ നിന്നും ശബ്ദം പുറപ്പെടുമ്പോൾ, ശബ്ദം ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്, നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഇവിടുന്നേ വരുന്നുണ്ട്. ഞാൻ പറയും ദേഷ്യപ്പെടുമ്പോൾ അറിയാം, അടിവയറ്റിൽ നിന്നൊക്കെ കുലുങ്ങിയൊക്കെ വരുന്നത് നമുക്കറിയാം. അപ്പൊ ആദ്യം തരംഗങ്ങളായിട്ടാണ് ഇത് പുറത്തു വരിക. ഈ തരംഗ രൂപത്തിൽ പുറപ്പെടുമ്പോൾ തന്നെ മഹാത്മാക്കൾക്ക് പലപ്പോഴും നമ്മൾ പറയാൻ പോകുന്ന എന്താന്ന് മനസ്സിലാവും. ഇതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലൊക്കെ മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം യുവാനം എന്ന് പറഞ്ഞത്. സനകാദികൾ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ദക്ഷിണാമൂർത്തി ഭഗവാൻ ഇരിക്കുന്നുണ്ട്, ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ദക്ഷിണാമൂർത്തി ഭഗവാന് പറയാനുള്ളതൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട്. കാരണം നമ്മൾ പറയും പരാപശ്യന്തി മധ്യമ വൈഖരി, ഇങ്ങനെയാണ് ശബ്ദം പുറപ്പെടുന്ന തലം. അപ്പൊ ആദ്യത്തെ തലത്തിൽ തന്നെ തരംഗരൂപത്തിൽ തന്നെ ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഈ തരംഗത്തെ ആശയമായിട്ട് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് പറ്റും. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സിഗ്നൽസ് വരുന്നത് നമ്മൾ കോളേജിൽ പഠിക്കും, അനലോഗ് സിഗ്നലായിട്ടാണ്. പക്ഷെ കമ്പ്യൂട്ടറിന് അനലോഗ് സിഗ്നലിനെ അറിയില്ല, ഡിജിറ്റൽ സിഗ്നലിനെ മാത്രമേ അറിയൂ.
അപ്പോൾ അവിടെ ഒരു മോഡം വെച്ചിട്ടുണ്ട്. ഈ മോഡം അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, മാറ്റും. കമ്പ്യൂട്ടർ ഇതെല്ലാം ചെയ്തിട്ട് വീണ്ടും ഈ മോഡത്തിലേക്ക് വരുമ്പോൾ മോഡം ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് മാറ്റും. ഈ അനലോഗ് സിഗ്നലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇത് നമുക്കറിയാം. ഇതുപോലെ തന്നെ ഈ ഒരു സിഗ്നൽ വേവ്സ് ലൈക്ക് മോഷനിൽ അനലോഗ് ട്രാവൽ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ശബ്ദം അതിനു മുമ്പ് തരംഗ രൂപത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ മോഡത്തിന്റെ പരിപാടി ഇവർ ചെയ്യുന്നു. അവർക്കിതിനെ മാറ്റിയെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതാണ് ഗുരുക്കന്മാരുടെ കഴിവ്. അവർക്ക് എന്തറിയാം? ഭൂതം, ഭാവി, വർത്തമാനം, സർവജ്ഞൻ എന്ന് പറയും. അപ്പൊ എല്ലാം അറിയുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏത് കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ ധാരാളം പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്, തിരുവനന്തപുരം അഭേദാനന്ദ ആശ്രമത്തെ പറ്റി. എല്ലാവരോടും എപ്പോഴും പറയാൻ പറ്റുമെങ്കിൽ പത്മതീർത്ഥക്കുളത്തിന് മുമ്പുള്ള അഭേദാനന്ദ ആശ്രമത്തിൽ പോകണം എന്നൊക്കെ. അതുമുഴുവൻ നമുക്ക് പറയാൻ സമയമില്ല. എങ്കിലും ഒരിക്കൽ ഒരു നടന്ന സംഭവം, അഭേദാനന്ദ ഗുരുദേവനാണ് ഈ അഖണ്ഡ നാമജപത്തിന്റെ വക്താവ്. 1 കോടി നാമജപം, 5 കോടി നാമജപം ഇതൊക്കെ നടത്തും. അപ്പൊ ഇങ്ങനെ അഖണ്ഡ നാമജപം കാലം കൂടുന്ന സമയത്തി. അപ്പൊ ശബ്ദമൊക്കെ കുറച്ച്, തമ്പുരുവിന്റെ ശബ്ദമൊക്കെ കുറച്ച് ഇങ്ങനെ വരിക. പെട്ടെന്നാണ് വളരെ വലിയൊരു ഒച്ച കേട്ടത്. ഗുരുദേവൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ബാക്കി എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. നോക്കുമ്പോണ്ട് ഇതുപോലെ ആശ്രമത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് വളരെ വലിയൊരു മരത്തിന്റെ വലിയൊരു ശാഖ ഒടിഞ്ഞു വീണതാണ്. ഉടൻ ഗുരുദേവൻ ധ്യാനത്തിലായി ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും നാളും രാമമന്ത്രം ജപിച്ചിരുന്നുകൊണ്ട് ഈ മരക്കൊമ്പിൽ ഹനുമാൻ സ്വാമി ഇരിപ്പുണ്ടായിരുന്നു. ഇത് നിർത്താൻ പോവാന്നറിഞ്ഞപ്പോ ഹനുമാൻ സ്വാമിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. തന്റെ നീരസം കാണിക്കാൻ ഇരുന്ന കൊമ്പിനൊരാഞ്ഞ് ചവിട്ട് കൊടുത്തിട്ട് പോയതാണ് അത്രേ. ഇത് ഗുരുദേവൻ എങ്ങനെ മനസ്സിലായി? ധ്യാനത്തിലൂടെ മനസ്സിലായി. അവർക്ക് ഏകാഗ്രപ്പെടുമ്പോൾ തപശക്തിയില് പ്രകൃതിയിലെ ഏത് അറിവിനെയും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ചില ഗുരുക്കന്മാർക്ക് പെട്ടെന്ന് നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വായിക്കാനും നമ്മളുടെ ചിന്തകൾ വായിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞു, അല്ലേ? ഈ അഭേദാനന്ദ ഗുരുദേവനും എല്ലാവരും, ഭഗവാൻ സത്യ സായിബാബയും അമൃതാനന്ദമയി അമ്മയും ഒക്കെ ഈ കാറ്റഗറിയിൽ പെട്ടവരാണ്. പക്ഷേ ഇവരെ ഒന്നും നമുക്ക് പലപ്പോഴും തിരിച്ചറിയാത്തത് നമ്മുടെ പ്രാരബ്ധം കൊണ്ടാണ്. നമുക്കും കൂടെ പുണ്യം ഉണ്ടെങ്കിലല്ലേ ഇവരെ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലേ നമ്മൾ ഇവരെ ചീത്ത വിളിച്ചുകൊണ്ടും മനുഷ്യ ദൈവങ്ങൾ എന്നൊക്കെ പറയും. ഈ ശ്രീകൃഷ്ണൻ മനുഷ്യനല്ലായിരുന്നോ? ശ്രീരാമൻ മനുഷ്യനല്ലായിരുന്നോ? മനുഷ്യയോനിയിൽ ജനിച്ചവരാണ് അവരൊക്കെ. മത്സ്യം, കൂർമ്മം, വരാഹം, ഹംസം ഇതൊക്കെ തിര്യക് യോനികളാ, ജീവജാലങ്ങളുടെയാണ്, അല്ലേ? അതുപോലെ വാമനൻ, ഹയഗ്രീവൻ ഇവരൊക്കെ ദേവയോനിയിൽ ജനിച്ചവരാണ്. ശ്രീകൃഷ്ണൻ, ശ്രീരാമനൊക്കെ മനുഷ്യയോനിയിലാണ് ജനിച്ചിരിക്കുന്നത്. ഇവരെല്ലാം മനുഷ്യന്മാരാണ്. ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ ഇനി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് തപശക്തി മൂലം ആ ഗുരുവിന് സകലതും നമുക്ക് വെളിപ്പെടുത്തി തരാനുള്ള ഒരു കഴിവുണ്ട്. മാത്രമല്ല, ഈ ഗുരുവിന്റെ പ്രത്യേകത, ഗുരു നമുക്ക് എന്താണ് ചെയ്തു തരുന്നത്? ഗുരു നമ്മളുടെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കി തരികയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ അതുപോലത്തെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. അതിന് ഷിർദി ബാബ ചരിതത്തില് വളരെ രസകരമായിട്ടുള്ള ഒരു ചരിതം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നാനാ സാഹേബ് ചന്ദോർക്കർ എന്ന് പറഞ്ഞ് ബാബായുടെ ഒരു ശിഷ്യനുണ്ട്. ശിഷ്യനിരുന്ന് ബാബായുടെ കാലിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാബ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ നാന എന്തോ പിറുപിറുക്കുന്നുണ്ട്. അപ്പൊ ഉടനെ ചോദിക്കുന്നുണ്ട്, നാന നീ എന്താ ഈ പിറുപിറുക്കുന്നത്? അല്ല ബാബ, ഞാൻ ഭഗവത്ഗീത ശ്ലോകം ചൊല്ലുകയാണ്. എന്നാ പിന്നെ നീ ഈ പിറുപിറുക്കാതെ ഉറക്ക ചൊല്ലുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? വളരെ ഗംഭീരായിട്ട് ചൊല്ലി. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. നാലാമത്തെ ഗംഭീരായിട്ട് ചൊല്ലി. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ നീ ഇത്രയും ചൊല്ലിയതല്ലേ, എന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞേക്ക്. ബാബയ്ക്ക് എന്ത് സംസ്കൃതമൊക്കെ അറിയാം, എന്നാലും പറയാം എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, അതായത് പരമമായിട്ടുള്ള ജ്ഞാനത്തെ ആഗ്രഹിച്ച് ഗുരുവിന്റെ അടുക്കൽ നമ്മൾ വിനയഭാവത്തോടുകൂടി, സമർപ്പണ ഭാവത്തോടുകൂടി ഗുരുവിന്റെ മനസ്സൊക്കെ നോക്കി വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഗുരുവിനെ നമസ്കരിച്ച് സമീപിച്ചാൽ ആ ഗുരു
അല്ലെ, ആ ജ്ഞാനികള് നമുക്ക് പരമമായിട്ടുള്ള ജ്ഞാനത്തെ ഉപദേശിച്ചു തരും. ആ കുഴപ്പമില്ല. അങ്ങ് ഞെട്ടിപ്പോയി നാന പറഞ്ഞു. അതായത് ആദിശങ്കരാചാര്യർ, അതുപോലെ തന്നെ ശ്രീധർ, ഇങ്ങനെയുള്ള മഹത്തായിട്ടുള്ള ആചാര്യന്മാരുണ്ട്. അവരെല്ലാം ഇങ്ങനെയാണ് ബാബ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. നീ ആ പദം പിരിക്കാതെ പറയാൻ പറഞ്ഞു. ജ്ഞാനികൾ ജ്ഞാനം ഉപദേശിക്കുന്നല്ല, ജ്ഞാനികൾ അജ്ഞാനം ഉപദേശിക്കുന്നു വേണം പറയാൻ. അജ്ഞാനം എന്താണെന്ന് അവർ കാണിച്ചു തരും. ജ്ഞാനത്തെ ഉപദേശിക്കാൻ പറ്റില്ല. പരമമായിട്ടുള്ള ജ്ഞാനം അനുഭവമാണ്. പഞ്ചസാരയുടെ മധുരം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അനുഭവിക്കാനല്ലേ പറ്റൂ. ഇങ്ങനെ അങ്ങനെയാന്നൊക്കെ പറയാം. പരമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ആനന്ദമാണ്. അത് ഒരു ഗുരുവിനും പറയാൻ പറ്റില്ല. അപ്പൊ അജ്ഞാനം എന്താണെന്ന് കാണിച്ചു തന്നാൽ എന്താ? ആ അജ്ഞാനത്തെ അങ്ങ് മാറ്റിയാൽ മതി. ഇപ്പൊ ജലത്തിന് മുകളിൽ പായൽ കിടക്കുന്ന പോലെയാണ്. പായൽ മാറ്റിയാൽ ജലം അവിടെ പണ്ടേ ഉണ്ട്. ഇതുപോലെ തന്നെ ജ്ഞാനികൾ അജ്ഞാനം എന്താണെന്ന് നമുക്ക് ഉപദേശിച്ചു തരും. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവിന്റെ ശ്ലോകം ചൊല്ലുമ്പോൾ അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഗുരുവിന്റെ മറ്റൊരു ശ്ലോകമുണ്ട്. ഏതാണ്? ഗുരുർ ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതിന്റെ അർത്ഥം എന്താണ്? ഗുരു തന്നെയാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ ജോലി സൃഷ്ടിയാണ്. അപ്പൊ എന്താ ഇവിടെ ആ ബ്രഹ്മാവ് ഗുരു ആകുമ്പോൾ അറിവിന്റെ തലത്തിലല്ലേ പറയേണ്ടത്? അപ്പൊ എല്ലാ അറിവുകളുടെയും സൃഷ്ടികർത്താവാണ് ഗുരു, അല്ലെ? ബ്രഹ്മദേവൻ. ഇനി ഗുരു വിഷ്ണുവിന്റെ ഡ്യൂട്ടി പരിപാലനമാണ്. അപ്പൊ ഈ അറിവുകളെല്ലാം ഉണ്ടായാൽ പോരല്ലോ, പരിപാലിക്കണ്ടേ, നിലനിർത്തണ്ടേ. അപ്പോ വിഷ്ണു ഇതിനെല്ലാം നിലനിർത്തുന്നു. അടുത്തതോ ഗുരുദേവോ മഹേശ്വര, മഹാദേവന്റെ കർത്തവ്യമാണ് സംഹരിക്കുക. അപ്പൊ ഈ ജ്ഞാനത്തെ എല്ലാം സംഹരിക്കുന്നതാണോ? അജ്ഞാനത്തെ സംഹരിക്കുന്നു എന്ന് വേണം വ്യാഖ്യാനിക്കാൻ എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അതുകൊണ്ടാണ് ത്രികാലദർശി എന്നൊക്കെ, നമ്മൾ ക്രാന്തദർശി എന്നൊക്കെ ഗുരുക്കന്മാർക്ക് പറയുന്നത്. ഇന്ന് സാഹിത്യകാരന്മാർക്കൊക്കെ ഇങ്ങനെ പറയും ക്രാന്തദർശി. അതൊരിക്കലും ശരിയായിട്ടുള്ള പ്രയോഗമല്ല. 3 കാലങ്ങളെയും മനസ്സിലാക്കാൻ അറിയാൻ കഴിവുള്ളവനാണ് ഗുരു. അപ്പൊ അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ വാൽമീകി മഹർഷി യോഗ സിദ്ധിയില് തപസ് ചെയ്ത് അല്ലെങ്കിൽ യോഗസിദ്ധി കൊണ്ട് ഈ അറിവുകളെല്ലാം കണ്ടു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും വ്യാഖ്യാനിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഓടിച്ചിട്ടെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചാണെങ്കിൽ അത് നന്നായിട്ട് പോവാം. അപ്പൊ യോഗസിദ്ധിയിൽ അദ്ദേഹം എന്തെല്ലാം കണ്ടു? വളരെ വ്യക്തമായിട്ട് ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഭരതൻ, അമ്മമാര്, അവരുടെ എല്ലാവരുടെയും ഒരു ചെറിയ ചിരി പോലും കണ്ടു. മന്ദസ്മിതവും പുഞ്ചിരിയും ചിരിയും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? പല്ല് കാണിക്കാതെ ചിരിക്കുന്ന ചിരി, അല്ലെ? മന്ദസ്മിതം, പുഞ്ചിരി, ഇതൊക്കെ വ്യത്യാസമുണ്ട്. പല്ല് കുറച്ച് കാണിച്ച്, ഇത്ര എണ്ണം പല്ല് കാണിച്ചിട്ട് അതല്ലാതെ ചിരിക്കുന്നത്, അലറിച്ചിരിക്കുന്നത്, ഇതെല്ലാം ഉണ്ട്. അട്ടഹാസം, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഏത് രീതിയിലാണ് അവര് ചിന്തിച്ചത്, ഏത് സ്ഥിതിയിലാണ് അവര് നിലനിന്നത്, അവരെന്തെല്ലാം ചെയ്തു എന്നതുൾപ്പെടെ വളരെ വിശദമായിട്ട് രാമായണം മുഴുവൻ, രാമന്റെ ചരിതം മുഴുവൻ വാൽമീകി മഹർഷി തന്റെ മനസ്സിൽ യോഗശക്തി കൊണ്ട് ദർശിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ അതിനുശേഷമാണ് എന്ത്? വാൽമീകി മഹർഷി രാമായണത്തിന്റെ രചന തുടങ്ങുന്നത്. ഇനി രാമായണ രചനയിൽ ആദ്യ ഭാഗങ്ങൾ ബാലകാണ്ഡം നോക്കിയാൽ ആദ്യത്തെ കുറെ അധ്യായങ്ങളില്, ഒരു പ്രധാനമായിട്ട് 3 അധ്യായങ്ങളില് അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ന് പലരും പറയോ അയോധ്യയൊക്കെ അങ്ങനെയൊന്നും അല്ല, ഉണ്ടായിരുന്നതല്ല എന്നൊക്കെ പറയും. വാൽമീകി രാമായണത്തിൽ ആദ്യ കാവ്യത്തിൽ പോലും അയോധ്യയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അയോധ്യയെ പറ്റി. വൈവസ്വത മനു, ശ്രീരാമന്റെ കുലത്തിൽപ്പെട്ട പൂർവജനായിട്ടുള്ള വൈവസ്വത മനു തന്റെ ഇഷ്ടപ്രകാരം ഡിസൈൻ ചെയ്ത ഒരു പട്ടണമാണ് അയോധ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ അയോധ്യയെ പറ്റി വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അവിടെ 7 നില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, സമനിരപ്പുള്ള ഭൂമിയിലാണ് ഈ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പൊട്ടും പൊളിവും ഒന്നും ഈ കെട്ടിടങ്ങൾക്കില്ല.
നമ്മുടെ നാഷണൽ ഹൈവേ പോലെയുള്ള വലിയ വലിയ റോഡുകൾ, അതുപോലെ ഈ ചൂടായി കഴിഞ്ഞാൽ ഫൗണ്ടൻസ് ഒക്കെ ഉണ്ട്, വെള്ളം വീഴിക്കാനൊക്കെ, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട് പറയുക. ഇനി ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഓരോരുത്തരോടും അവരവരുടെ ധർമ്മങ്ങൾ അനുസരിച്ച് ജീവിച്ചു എന്ന് പറയുക. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട് അല്ലെ, അച്ഛനമ്മ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ധർമ്മമുണ്ട്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഇവിടെയുള്ള രാജാക്കന്മാര് ധാർമ്മികരായിട്ടാണ് ജീവിച്ചത്. യുദ്ധം ചെയ്തത് പോലും ധർമാനുസൃതമായിട്ടാണ്. അതായത് ഒറ്റയ്ക്ക് നിരായുധനായിട്ട് നിൽക്കുന്നവരെ അവര് ആക്രമിച്ചിട്ടില്ല. പറയുകയാണ്, യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവരെയും അവരൊരിക്കലും ആക്രമിക്കാറില്ല. അടുത്തതായിട്ട് പറയുകയാണ്, ശബ്ദം മാത്രം കേട്ട് ആരാണെന്ന് മനസ്സിലാക്കാതെ അസ്ത്രം ഉപയോഗിക്കുന്ന ഒരു പാരമ്പര്യവും അവർക്കില്ലായിരുന്നു എന്ന്. ഇതെടുത്തു പറയാൻ കാരണം എന്താണ്? ഇത് തെറ്റിച്ചപ്പോഴാണ് ദശരഥ മഹാരാജാവിന് ശാപം കിട്ടിയത് അല്ലെ. ദശരഥ മഹാരാജാവ് നായാട്ടിനായിട്ട് പോയപ്പോൾ ശബ്ദം കേട്ട ദിക്കിലേക്ക് അല്ലെ, കുടത്തില് വെള്ളം എടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം എടുക്കുന്ന ശബ്ദമാണെന്ന് വിചാരിച്ച് ലക്ഷ്യം കണ്ട ദിക്കിനെ ശബ്ദം കേട്ട ദിക്കിനെ ലക്ഷ്യമാക്കി അമ്പയച്ചു. അതോടുകൂടിയാണ് മുനികുമാരൻ കൊല്ലപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെ അത്ര പോലും കൃത്യമായിട്ട് ധർമ്മത്തിനെ, സംസ്കാരത്തെ നമ്മുടെ രാമായണത്തില് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ അയോധ്യ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ആ പട്ടണത്തെ പറ്റി പറയുകയാണ്. അവിടെയാണ് ദശരഥ മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്നത്. പിന്നെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ദശരഥ മഹാരാജാവിന് പുത്രന്മാരില്ലായിരുന്നു. യാഗമൊക്കെ ചെയ്തു. അവസാനം റാണിമാര് ഗർഭവതികള് ആയി. ഗർഭം എന്ന് പറഞ്ഞാൽ അർത്ഥം അനർത്ഥ വസ്തുക്കളെ പുറന്തള്ളുക എന്നുള്ളതാണ്. അപ്പം ഒരു കുട്ടി പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ വയറ്റിലിരിക്കേണ്ടതല്ല, പുറന്തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഗർഭം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ഷേത്ര സംബന്ധിയായിട്ട് പറയുമ്പോൾ ഗർഭഗൃഹം എന്ന് പറഞ്ഞാൽ വളരെയധികം ചൈതന്യം പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നത് കൊണ്ട്, പുറത്തേക്ക് തള്ളുന്നത് കൊണ്ടാണ് അതിന് ഗർഭഗൃഹം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഈ കൃത്യമായിട്ടുള്ള പേരുകൾ നോക്കിയാൽ വളരെ കൃത്യമായിട്ടുള്ള അർത്ഥം ഇതിനുണ്ടെന്നറിയാം. ഇനി കുട്ടികൾ ജനിച്ചപ്പോൾ അവർക്ക് കൊടുത്ത പേര്, നമ്മൾ എങ്ങനെ വേണം കുട്ടികൾക്ക് പേര് കൊടുക്കാൻ എന്നുള്ള ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പല സാഹചര്യങ്ങളിലൂടെയാണ് കുട്ടികൾക്ക് പേര് കൊടുക്കുക. ഒന്ന്, ഈ കുട്ടികൾ ഉണ്ടായ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കും അല്ലെ. ഇപ്പൊ എങ്ങനെയാ, ഫുട്ബോൾ മാച്ച്, ലോകകപ്പ്, ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചയാളുടെ പേരിലൊക്കെയാണ് കൊടുക്കുക. പണ്ട് കാലത്തും ഇങ്ങനെ ഉണ്ടായിരുന്നു. വളരെയധികം ഒച്ചയ്ക്ക് കരഞ്ഞയാളിനെ അങ്ങനെയൊക്കെയുള്ള പേര് വെച്ച് കൊടുക്കും അല്ലെ. ദുര്യോധനും ദുശാസനനും എല്ലാം ദൂ വെച്ച് കൊടുത്തിരിക്കുന്നതൊക്കെ അങ്ങനെയാണ് അല്ലെ. കുംഭകർണൻ, ഇതൊക്കെ നോക്കിയാൽ അറിയാം. ശ്രീരാമൻ എല്ലാവരെയും രമിപ്പിക്കുന്നവൻ, ആത്മാരാമനാണ് അല്ലെ. എല്ലാവരുടെ ഉള്ളിലും ആനന്ദത്തെ നിറയ്ക്കുന്നവൻ. പേരിടുന്ന ഋഷിമാർക്ക് വസിഷ്ഠമുനി കുലഗുരുവാണ്. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ശ്രീരാമൻ ഇവിടെ വന്ന് ജന്മമെടുക്കുന്ന അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ തന്നെ ഇരുന്നത് എന്ന്. അപ്പൊ ഈ കുട്ടികൾക്കെല്ലാം പേരിട്ടു എന്ന് പറയുകയാണ്. ശ്രീരാമൻ ലക്ഷണമൊത്തവനാണ്. പിന്നെ ഭരണനിപുണനാണ്. ശത്രുഘ്നൻ ശത്രുക്കളെ ഹനിക്കുന്നവനാണ്. അങ്ങനെ കുട്ടികൾ ഉണ്ടായി. ഈ കുട്ടികള് മനുഷ്യയോനിയിലല്ലേ ഉണ്ടായത്? മനുഷ്യയോനിയിലാണ് ഉണ്ടായത് തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഇവരെ അവതാരങ്ങൾ എന്ന് പറയുന്നു. കാരണം എന്താണ്? എല്ലാവരിലും ഉള്ളതിലും വളരെയധികം ഗുണങ്ങൾ ഇവർക്ക് കൂടുതലുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെയില്ലേ പല ആളുകൾ അല്ലെ. അബ്ദുൽ കലാം സാറിനെയൊക്കെ നമ്മൾ എത്രമാത്രം നമിക്കുന്നു. നമ്മുടെ സന്യാസി വര്യന്മാര്, അവരൊക്കെ എത്ര ആദരിച്ചാണ് നമ്മൾ കാണുക. അപ്പൊ നമ്മളെക്കാളും ഗുണങ്ങളുള്ളവരാണ്. പൊതുവെ നമ്മൾ ദശാവതാരങ്ങളെ പറ്റി പറയും. 10 അവതാരങ്ങളാണ് പറയുക. ആ 10 അവതാരങ്ങളിൽ 8 പൂർണ്ണ അവതാര 2 പൂർണ്ണ അവതാരമായിട്ടും 8 അംശ അവതാരമായിട്ടുമാണ് പറയുന്നത്. ഈ 2 എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ അവതാരവും ശ്രീരാമ അവതാരവുമാണ്. ശ്രീകൃഷ്ണന്റെ പരിപൂർണ അവതാരം എന്നുകൂടി പറയും. പൂർണ്ണ അവതാരം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും ശ്രീരാമനുമാണ്. ഇവർ 2 പേരും 4 സ്വരൂപങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയാം. ശ്രീരാമന്റെ പറയേണ്ട ആവശ്യമില്ലോ. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ശ്രീകൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ.
ഇങ്ങനെ 4 സ്വരൂപങ്ങളായിട്ടാണ് പൂർണ്ണ അവതാരങ്ങൾ വരിക. അംശ അവതാരങ്ങൾ ഏക സ്വരൂപത്തിലായിരിക്കും വരിക എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും മനുഷ്യനായിട്ട് തന്നെയാണ് ഇവിടെ ജന്മമെടുത്തിരിക്കുന്നത്. അത് കാണിക്കാൻ നമ്മൾ വാൽമീകി രാമായണം നോക്കിയാൽ എല്ലായിടത്തും മനസ്സിലാവും. അപ്പൊ അധ്യാത്മ രാമായണം തുടങ്ങുന്നതന്നെ ശ്രീരാമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ അധ്യാത്മ രാമായണം നമുക്ക് ഉപാസനയ്ക്കായിട്ട് ശ്രീരാമനെ ദൈവമായിട്ട് കണ്ടുകൊണ്ടുള്ളതാണ്, നമുക്ക് ഭക്തി വരുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വാൽമീകി രാമായണം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ യഥാർത്ഥത്തിൽ എങ്ങനെ ഇരുന്നോ അത് തന്നെയാണ്, അല്ലെ? നമ്മളിപ്പോ നമ്മളുടെ ഗുരുവിന്റെ ഇപ്പം ആദിശങ്കരാചാര്യർ ഗുരുപാദക സ്തോത്രം, തോടകാചാര്യർ തന്റെ ഗുരുവിനെ പറ്റി സ്തോത്രം എഴുതിയിട്ടുണ്ട്. ഗുരുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ടാണ് സ്തുതിക്കുക, അല്ലെ? അതുപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ രാമാനുജൻ ഭഗവാനായിട്ട് ശ്രീരാമനെ കണ്ട് സ്തുതിക്കുന്നതാണ്. അതിൽ മുഴുവൻ സ്തുതികളാണ്. നേരെ മറിച്ച് വാൽമീകി രാമായണം നോക്കിയാൽ ശ്രീ കാണാനേ വയ്യ, രാമ 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 എന്ന് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രീരാമൻ ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു. അതായത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അവതാരം ദൈവമാണ്, അപ്പൊ പിന്നെ അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദ്യമേ മാറിയിരിക്കാമല്ലോ. അതിനല്ല, ഒരു മനുഷ്യന് തന്നെയാണ് ഈ ഒരു തലത്തിൽ എത്തിച്ചേർന്നത്, നമുക്കും പറ്റും. എന്നാൽ മനുഷ്യനാണ് എന്ന് സൂചിപ്പിക്കുന്ന പല പല രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അഹല്യ ഒരു തെറ്റ് ചെയ്തു എന്ന് നമുക്കറിയാം. ചില രാമായണങ്ങളിൽ അഹല്യ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, വാൽമീകി രാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അഹല്യ ഇത് ഗൗതമ മഹർഷിയുടെ രൂപമെടുത്ത് ഇന്ദ്രൻ വന്നപ്പോൾ ഇന്ദ്രനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വീകരിച്ചത്. കാരണം അത്ര പരമസുന്ദരിയായിരുന്നു അഹല്യ. ഹലം എന്ന് പറഞ്ഞാൽ കുറവെന്നാണ്, കുറവില്ലാത്തവൾ. അത്ര സൗന്ദര്യത്തിന്റെ രൂപം ഗൗതമ മഹർഷിയെ നോക്കാനായിട്ട് ഏൽപ്പിച്ചതാണ്. ഈ കുട്ടിക്ക് നല്ല യൗവനം വന്നപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ദേവേന്ദ്രന് ആ ഒരു ഭംഗിയില് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ മുനിയുടെ രൂപം ധരിച്ചു വന്നു. എന്തിനാ മുനിയുടെ രൂപം ധരിച്ചു വന്നത്? ആ മുനികുലത്തില് മറ്റേ സന്യാസിമാരും ഋഷിമാരും ഒക്കെ ഇല്ലേ, ചെറിയ ചെറിയ കുട്ടികളും ഉണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഗൗതമ മഹർഷിയുടെ രൂപം തന്നെ ധരിച്ചു വന്നത്. അപ്പൊ അതിനുശേഷം, സംഗമത്തിന് ശേഷം ഒരു പരിഹാസ ചിരിയോടുകൂടിയാണ് ദേവേന്ദ്രൻ ഇറങ്ങിപ്പോകുന്നത്. അതായത്, ഞാൻ ഗൗതമ മുനിയെ പറ്റിച്ചല്ലോ, അല്ലേ? ആ ഒരു അഹങ്കാരത്തോടും പരിഹാസ ചിരിയോടും കൂടിയാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോഴാണ് ഗൗതമ മുനി കാണുന്നത്. അദ്ദേഹം പക്ഷേ എങ്കിൽ പോലും ആ അഹല്യോട് എത്ര കരുണാമയനായിരുന്നു എന്ന് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, നീ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് നിനക്ക് ഒരു പരിഹാരം, തെറ്റിന് പരിഹാരമില്ല, പ്രായശ്ചിത്തമേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും? ഏത് തെറ്റ് ചെയ്താലും പരിഹാരമുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരാളുടെ വിരല് മുറിച്ചു കളഞ്ഞു, എത്രയാണേലും അതിനൊരു പരിഹാരമില്ല, പ്രായശ്ചിത്തം ചെയ്യാനേ പറ്റൂ. അപ്പൊ നമ്മൾ ഈ ജോത്സ്യന്റെ അടുക്ക പോകുമ്പോൾ പരിഹാരം എന്ന് പറയുന്നത് അത്ര ശരിയല്ല, പ്രായശ്ചിത്തമാണ് ശരി. അപ്പൊ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഏകാഗ്ര ബുദ്ധിയോടുകൂടി ഈ വനത്തില് ശരീരമില്ലാത്തവളായി എന്ന് വെച്ചാൽ അതിസുന്ദരിയാണ്, അവിടെ ജീവിക്കാൻ പറ്റില്ല, ആർക്കും കാണാത്തവളായി വായു രൂപത്തില് ഇവിടെ ഇവിടെ ഈശ്വരനെ ചിന്തിച്ച് കഴിയുക. ദശരഥാത്മജൻ, ദശരഥപുത്രൻ ഇവിടെ വരും എന്നാണ് പറയുക. അല്ലെങ്കിൽ വളരെ വിശേഷണമൊക്കെ കൊടുക്കാമല്ലോ, അല്ലേ? ആർത്തപരായണൻ, താരകൻ എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നുമില്ല. ദശരഥപുത്രൻ ശ്രീരാമൻ വരും. അന്ന് നീ പരിപൂരിതയാകും. തൻ്റെ ഭാര്യയെ പരിശുദ്ധയാക്കാൻ ആ ശ്രീരാമന്റെ സാന്നിധ്യം മതി എന്ന് കൃത്യമായിട്ട് ആർക്കറിയാമായിരുന്നു? ഗൗതമ മുനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗതമ മുനി അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്ന് ആ ഒരു ദിവസം നിനക്ക്, നീ ഇവിടെ ഈ ഇനിയുള്ള ശിഷ്ടകാലം ആ ഭഗവത് ഭജനവുമായിട്ട് കഴിഞ്ഞുകൂടും. അപ്പൊ അവിടെ എന്താ പറയുക? ദശരഥാത്മജൻ, ദശരഥ പുത്രൻ തന്നെയാണ് പറയുന്നത്. അഹല്യാചരിതം കുറച്ചുകൂടി കഴിഞ്ഞ് കുറച്ചുകൂടി പറയാനുണ്ട്, അത് പറയാം. ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് രാമൻ എന്ന് പറയുന്നത്, ശ്രീരാമൻ എന്നുള്ളത് മനുഷ്യൻ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു ശാപത്തിന്റെ കഥയാണെങ്കിൽ അടുത്തത്
ഒരു സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ കഥയാണ് ശരഭംഗ മഹർഷിയുടെ. ശരഭംഗ മഹർഷിയുടെ അടുക്കല് ശ്രീരാമൻ എത്തുമ്പോൾ ശരഭംഗ മഹർഷി വണങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്, എനിക്കിപ്പം സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടിയതായിരുന്നു. ദേവേന്ദ്രൻ എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്നും പറഞ്ഞ് ഇവിടെ വന്നതാ. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ എത്ര പുണ്യം വേണമെന്ന് ആലോചിച്ചു നോക്കിയേ. പക്ഷെ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങ് ഈ ആശ്രമ പരിസരത്തിൽ വരുന്നുണ്ട് എന്ന്. അപ്പൊ പിന്നെ അങ്ങ് ഒരു അതിഥിയായിട്ട് വരുമ്പോ അങ്ങേ പൂജിക്കാതെ കിട്ടുന്ന ഒരു സ്വർഗവും എനിക്ക് വേണ്ട. അപ്പോഴാണ് ഞാൻ അറിയുന്നത് നരവ്യാഘ്ര എന്നാണ് പറയുന്നത്. നരവ്യാഘ്ര, നരശാർദൂല എന്നൊക്കെയാണ്. നരെന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ അല്ലെ? നരവ്യാഘ്ര, നരശാർദൂല എന്നൊക്കെയാണ് ശരഭംഗ മഹർഷി പറയുന്നത്. അതുകൊണ്ട് അങ്ങേ ദർശിച്ചിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ശക്തി മുഴുവൻ ആ ശ്രീരാമനിലേക്ക് സംക്രമിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് രണ്ടാമത്തെ രംഗം. മൂന്നാമത്തേത് കബന്ധൻ. കബന്ധന് ശാപം കിട്ടിക്കഴിയുമ്പോൾ മുനി ശാപമോക്ഷം കൊടുക്കുന്നുണ്ട്. അതായത് ദശരഥപുത്രൻ അല്ല, അവിടെ ദശരഥപുത്രൻ എന്ന് പറയുന്നില്ല, രാമനെ പറയുന്നു. രാമൻ ഇവിടെ വന്ന് നിന്റെ 2 കൈകളും അരിഞ്ഞിട്ട് നിന്റെ ശരീരം ദഹിപ്പിച്ച് കഴിയുമ്പോൾ നിനക്ക് പഴയ രൂപം തിരിച്ചു കിട്ടും. വെറും രാമൻ, ഒരു വിശേഷണം പോലുമില്ല, ഒരു ചെറിയ പോലും ചേർത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാവും. അടുത്തത് ശബരി ചരിതം. ശബരി ചരിതത്തില് ശ്രീരാമൻ ശബരിയുടെ ആശ്രമത്തിലെത്തുമ്പോൾ ശബരി പറയുന്നുണ്ട്, മതങ്ക മുനി അവര് ഇവിടം വിട്ടു പോയ സമയത്ത്, അവര് ഉയർന്ന ലോകത്തിലേക്ക് പോയ സമയത്ത് എന്നോട് പറഞ്ഞു, നീ ഇവിടെ വസിക്കുക, ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമൻ ഇവിടെ വരും, നിനക്ക് ദർശനം ലഭിക്കും. അവരുടെ ആ ഒരു അവരെ അതിഥിയായിട്ട് സ്വീകരിച്ച് ആതിഥ്യ മര്യാദയോടുകൂടി എല്ലാം ചെയ്തതിന് ശേഷം നിനക്ക് നിന്റെ ശരീരത്തെ ത്യജിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, വളരെ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനെ തന്നെയാണ് ശ്രീരാമൻ എന്നുള്ള രീതിയിൽ വാൽമീകി മഹർഷി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നു താനും. ഇനി അപ്പം അവതാരം എന്ന് പറയുന്നത് കൂടുതൽ മഹിമകൾ ഉള്ളത് കൊണ്ട് പറയും. അപ്പൊ ഈ കുട്ടികൾ ജനിച്ചു. 15 വയസ്സിനുള്ളിൽ തന്നെ ഈ കുട്ടികളുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയായി പറയാണ്. പണ്ട് കാലത്ത് അങ്ങനെയാണ്. ഒരു 5 വയസ്സിൽ ഗുരുകുലത്തിലേക്ക് പോകും. 15 വയസ്സുകൊണ്ട് വേദാധ്യയനം, ധനുർവിദ്യ എല്ലാം പൂർത്തിയാക്കും. ഏകദേശം ഇതെല്ലാം അങ്ങ് തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ സമയത്ത് കിട്ടിയ വിദ്യാഭ്യാസം എത്രമാത്രം പ്രത്യേകതയുള്ളതായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, ഗുരുവിന്റെ പ്രാധാന്യം നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. ഇതിൽ ആദ്യം കിട്ടിയ ഒരു വിദ്യാഭ്യാസം വസിഷ്ഠ മുനിയിൽ നിന്നാണ്. ആ വസിഷ്ഠ മുനിയിൽ നിന്ന് കിട്ടിയ അറിവുകൾ മുഴുവനാണ്, ശ്രീരാമന് കൊടുത്ത അറിവുകളാണ് യോഗവാസിഷ്ടം എന്നുള്ള പേരിൽ 32,000 ശ്ലോകങ്ങളിലുള്ളത്. ഇത് രാമായണത്തിൽ ചേർത്തിട്ടില്ല. രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളാണ് ഉള്ളത്? 24,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇത് ആത്മതത്വമാണ്, വളരെ ആഴത്തിലുള്ള തത്വങ്ങളാണ്. അതുകൊണ്ട് ഈ രാമായണത്തില് അതിനുള്ള ഒരു ഭാഗമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അതൊരു വേറൊരു ഗ്രന്ഥമായിട്ട് രചിച്ചു വാൽമീകി മഹർഷി എന്നാണ് പറയപ്പെടുന്നത്. അതാണ് വസിഷ്ഠ രാമായണം അല്ലെങ്കിൽ യോഗവാസിഷ്ടം 32,000 ശ്ലോകങ്ങളിൽ. ഇതിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവെ ഉപനിഷത്തിലെ രീതിയാണ്. ഉപനിഷത്തില് ഗുരു ശിഷ്യ സംവാദത്തിലാണ് ഉപനിഷത്തില് പലതും കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാൽമീകി മഹർഷിയോട് ശിഷ്യനായിട്ടുള്ള ഭരദ്വാജൻ ശ്രീരാമൻ ലൗകിക ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അതായത് കുട്ടിക്കാലത്ത് എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ശ്രീരാമൻ ലൗകിക ജീവിതത്തിൽ കുറച്ച് അതൃപ്തിയായിട്ട് ഒക്കെയാണ് ജീവിച്ചിരുന്നത്. അത്ര തൃപ്തിയൊന്നും ഇല്ലായിരുന്നു. ആ സമയം എന്ത് ചെയ്തു? വസിഷ്ഠ മുനി ഇത് മനസ്സിലാക്കി ലോകത്തിന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞുകൊടുത്ത് ഉള്ളിലെ ആശങ്കകളെല്ലാം തീർക്കുന്നതാണ് വസിഷ്ഠ രാമായണം. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഭഗവത്ഗീതയിലെ കുരുക്ഷേത്രമാണ് ഇവിടെ, നേരെ മറിച്ച് ശ്രീരാമന്റെ കുരുക്ഷേത്രമാണ് യോഗവാസിഷ്ടം. ഭഗവത്ഗീതയില് അർജുനുണ്ടായ
അത്രയും ആശങ്കയൊന്നും ഇല്ലെങ്കിൽ പോലും രാമന്റെ ആശങ്കാകുലമായിട്ടുള്ള മനസ്സിനെ വസിഷ്ഠ മുനി കൃത്യമായിട്ടുള്ള ഉപദേശത്തിലൂടെ നേർവഴി കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണെങ്കിൽ ഈ യോഗവാസിഷ്ടത്തിലുള്ളത് 6 പ്രകരണങ്ങളാണ്. 6 നമ്മൾ കാണ്ഡം എന്നൊക്കെ പറയില്ലേ, പിന്നെ കാണ്ഡത്തിന് സബ്ബായിട്ട് സർഗങ്ങളുണ്ട്. ഇതില് 46 സർഗങ്ങളിലായിട്ടാണ് ഈ യോഗവാസിഷ്ടം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലല്ലേ ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ തോന്നും. അങ്ങനെയാണിത് രചിച്ചിരിക്കുന്നത്.